ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. നമുക്കൊന്നൊരു ഡേ ഇൻ മൈ ലൈഫ് കണ്ടാലോ? അപ്പം വെക്കേഷനൊക്കെ അല്ല, അപ്പം ഞാൻ വിചാരിച്ചൊരു ഡേ ഇൻ മൈ ലൈഫ് എടുക്കാം. രാവിലെ തന്നെ തീരെ പ്രൊഡക്ടിവിറ്റി ഇല്ലാണ്ട് ഉറക്കത്തുനിന്ന് എണീച്ച് വന്നു, കിടന്ന സ്ഥലമൊക്കെ വൃത്തിയാക്കി, നല്ല വൃത്തികേടായിട്ടുണ്ടാവും, അതുകൊണ്ടാണ് വൃത്തിയാക്കിയത്. പിന്നെ പല്ല് തേച്ചു, ഫേസ് വാഷ് ഉപയോഗിച്ച് ഫേസ് കഴുകി, ഒരു ഗ്ലാസ് വെള്ളം കുടിച്ചു. എന്തായാലും വീഡിയോ എടുക്കുകയാണ്, കുറച്ചെങ്കിലും പ്രൊഡക്ടിവിറ്റി തോന്നണ്ടേ. അവൻ വിചാരിച്ചിട്ട് ഞാൻ എന്ത് ചെയ്തു, ഒരു പുസ്തകം എടുത്ത് വായിച്ചു. പിന്നെ എൻ്റെ മെസ്സിയായിട്ടുള്ള ടേബിളും കണ്ടിട്ട് ഞാൻ പുറത്തേക്ക് ഇറങ്ങുമ്പം വെളിച്ചമൊക്കെ വരുന്നേ. അതുകൊണ്ട് തന്നെ നല്ലൊരു സുഖം, നല്ല കിളികളുടെ ഒച്ചയൊക്കെ കേട്ടിട്ടിരിക്കാം. പിന്നെ എൻ്റെ ചെടികളുടെ ഗ്രോത്തൊക്കെ ഞാൻ നോക്കിയിട്ടുണ്ടായിരുന്നു, എന്തായി വളർന്നോന്നൊക്കെ നോക്കി. പിന്നെ വെക്കേഷനായിട്ട് ഞാൻ മാത്രമാണോ അറിയില്ല, ഭയങ്കര ബോറടിയാണ്. പിന്നെ ഇന്ന് വോട്ടിൻ്റെ ആ ഒരു എണ്ണൽ ദിവസമാണ്. എന്തായാലും നമ്മളെ UDF ജയിക്കും. പിന്നെ ചായയും പത്തിരിയും കടലക്കറിയും ഒക്കെ കഴിച്ചു, നമ്മുടെ ന്യൂസ് കണ്ടുകൊണ്ട്. പിന്നെ രാവിലെ ആയതുകൊണ്ട് ഞാൻ കർട്ടനൊക്കെ നീക്കി. ഉച്ചയ്ക്ക് 12 മണിയായപ്പം ഉപ്പച്ചി എന്ത് ചെയ്തു, ഒരു കരിക്ക് കൊണ്ടുവന്നിട്ട് അത് ഞങ്ങൾ ഷെയ്ക്ക് അടിച്ചിട്ടുണ്ടായിരുന്നു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. ശരിക്കും എൻ്റെ അനിയനാണ് ഛർദിയും പനിയായതുകൊണ്ട് തന്നെ ഓന് പകുതി ഓടിച്ചുള്ളൂ, ബാക്കി നിൽക്കുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ അത് കുടിച്ച്. പിന്നെ ഞാൻ ഇന്നലെ വരച്ചൊരു ഡ്രോയിങ് ഉണ്ട്, അത് നോക്കി. പിന്നെ വെറുതെ ബോറടിച്ചിരിക്കണ്ട വിചാരിച്ച് ഞാൻ എൻ്റെ കബോർഡൊക്കെ ഒന്ന് ക്ലീൻ ആക്കാൻ വിചാരിച്ചിട്ട് ആക്സസറീസൊക്കെ ക്ലീൻ ആക്കി. അപ്പോഴാണ് എൻ്റെ അനിയനെ കാണിക്കാൻ പോകാൻ ഉമ്മച്ചി വിളിച്ചത് പറഞ്ഞത്. പിന്നെ ഓന് ഡ്രസ്സൊക്കെ തീച്ച് കൊടുത്ത് ഞാനും മാറ്റി ഞങ്ങളങ്ങനെ ഇറങ്ങി ഓനെ കാണിക്കാൻ. ഉമ്മച്ചി വർക്ക് ചെയ്യുന്നിടത്ത് തന്നെയാണ് പോയിണ്ടായിനെ. ഇതാണ് JDC ഹോസ്പിറ്റൽ. അവിടെ ഓനെ കാണിച്ചു തന്നപ്പോൾ പിന്നെ അന്നെയും കാണിച്ചിരുന്നേനു. എൻ്റെ പല്ലൊക്കെ കാണിച്ച് കുറേ നേരം അവിടെ പോസ്റ്റ് ആയിട്ടുണ്ടായിരുന്നു. നല്ല തിരക്കായതുകൊണ്ട് തന്നെ മരുന്ന് വാങ്ങാൻ കുറേ സമയം എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ കൊയിലേരി ഭാഗത്തു കൂടെ പോയപ്പോൾ ഒരു വീട്ടിൽ ഇതാ കണ്ടില്ലേ, എന്താ പറയുക, കുറേ കാറൊക്കെ ഉണ്ടായിരുന്നു. അപ്പം എൻ്റെ അനിയനൊരു തള്ളി, ഇതൊക്കെ എന്ത് കാറ്, ഞാൻ വാങ്ങുന്ന കാറ് കാണണം മക്കളെന്ന് പറഞ്ഞിട്ട് പറഞ്ഞുകൊണ്ട് നിൽക്കുന്ന. പിന്നെ ഞങ്ങൾ പാനസോണിൽ കയറി കുറച്ച് സാധനം മേടിച്ചിട്ടുണ്ടായിരുന്നു. ഉച്ചയ്ക്ക് ഫുഡ് കഴിക്കാത്തതുകൊണ്ട് തന്നെ ചായയും പഴം പുഴുങ്ങിയതൊക്കെ കഴിച്ചു. വേഗം വൈകുന്നേരം ആയിട്ടുണ്ടായിരുന്നു, 6 മണിയായി ഞങ്ങൾ വീട്ടിലെത്തിയപ്പോൾ. പിന്നെ വേഗം നിസ്കരിച്ചു, കുറേ നിസ്കരിക്കാനുണ്ടായിരുന്നു, അപ്പോൾ അതൊക്കെ നിസ്കരിച്ച് ഖുർആനും കോതി. മദ്രസയൊക്കെ കുറേ പഠിക്കാനുണ്ട്, എഴുതാനുണ്ട്, അതൊക്കെ പഠിച്ച് അങ്ങനെ നല്ല കുട്ടിയായി. കുറേ നേരം പഠിച്ചിട്ടുണ്ടായിരുന്നു, എത്രയാണെന്ന് വെച്ചിട്ട് ഇങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുക. പിന്നെ എനിക്ക് ബോറടിച്ചിട്ട് ഞാൻ എന്ത് ചെയ്ത്, എന്തെങ്കിലുമൊക്കെ വരക്കാം. എനിക്ക് ബോറടിക്കുമ്പം കുറച്ച് ഒക്കെ വരക്കാനൊക്കെ ഇഷ്ടം കേട്ടോ. വലിയ രസമൊന്നും ഉണ്ടാവില്ല, ഞാൻ എന്ത് വിചാരിച്ച് വരക്കുന്നു അതാവില്ല, വേറെ എന്തെങ്കിലുമൊക്കെ ആയിത്തീരും. അപ്പം അങ്ങനെ ഞാൻ പിൻട്രസ്റ്റിൽ നിന്ന് കുറച്ച് ഫോട്ടോയൊക്കെ എടുത്തിട്ട്, ഞാൻ ആപ്പൊന്നും കയറ്റില്ല, ഗൂഗിളിൽ പോയിട്ട് അത് സെർച്ച് ആക്കിയിട്ട് അങ്ങനെയാണ് വരയ്ക്കുക. എന്നിട്ട് ഞാനൊരു പിക്ചർ എടുത്തിട്ട് അത് വരയ്ക്കാനോ. അപ്പം ഇത് ഞാൻ ഇന്നലെ വരച്ചതേനു കേട്ടോ. അപ്പം ഇതുപോലത്തെയാണ് ഞാൻ വരയ്ക്കാൻ ഉദ്ദേശിക്കുന്നത്. ഇത് നോക്കിയിട്ടാണ് ഇത് വരച്ചത്, പക്ഷെ ഇത് വേറെ രീതിയിലല്ലേ തോന്നുന്നത്, അതങ്ങനെയാണ്. പിന്നെ ആണെങ്കിൽ സ്കൂളിൽ വെക്കേഷൻ ആകുമ്പോൾ മദ്രസ ഉണ്ടാവും, മദ്രസയിൽ വെക്കേഷൻ ആകുമ്പോൾ സ്കൂൾ ഉണ്ടാവും. എന്തൊരു കഷ്ടമാണ്. കണ്ടില്ല, ഇതാണ് ഞാൻ ഇവിടെ വരയ്ക്കാൻ പോകുന്നത്. ഞാൻ ഫേസ് വരക്കുന്നില്ല, കാരണം എനിക്കറിയാം കുളമാവൂന്ന്. പിന്നെ രാത്രി കറണ്ട് പോകാണ്ട് രാത്രിക്കത്തെ വീഡിയോ എടുക്കാൻ പറ്റിയില്ല. പിന്നെ ആ ഒരു ബിങ്കോ കഴിച്ചു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയാണ്.